ഫെമിനിസം ഒരു തെറ്റാണോ? അതിനെപ്പറ്റി പറയണമെങ്കിൽ എന്താണ് ഫെമിനിസം എന്നറിയണം, എന്തിനു വേണ്ടിയാണ് ഫെമിനിസം എന്നറിയണം. ഫെമിനിസത്തിന്റെ ആശയം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും രൂപം കൊണ്ടു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, വോട്ട് ചെയ്യാനുള്ള അവകാശം, സ്വത്ത് കൈവശം വെക്കൽ എന്നിവ ലഭിക്കണമെന്ന ആവശ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു. ഫ്രഞ്ച് തത്വചിന്തകയായ സിമോൺ ദ ബോവോർ എഴുതിയ ദ സെക്കൻഡ് സെക്സ് എന്ന ഗ്രന്ഥം ഫെമിനിസത്തിന്റെ അടിസ്ഥാന ചിന്തകൾക്ക് വലിയ സ്വാധീനം ചെലുത്തി. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരിയിലാണ് സ്ഥാപിച്ചത്. 1990-ലെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് പ്രകാരമായിരുന്നു അത്. ആസ്ഥാനം ന്യൂഡൽഹിയായിരുന്നു. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. കേരള വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നായിരുന്നു സ്ഥാപിച്ച വർഷം. 1995-ലെ കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരമായിരുന്നു അത്. ആദ്യ അധ്യക്ഷ സുഗതകുമാരി. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക, വിദ്യാഭ്യാസവും തൊഴിലും സമാനമായി ലഭ്യമാക്കുക, സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സ്വാഭിമാനവും ഉയർത്തുക എന്നിവയെല്ലാമാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. ചില സാഹചര്യങ്ങളിൽ ആളുകൾ ഫെമിനിസത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അപമാനിക്കുന്നതോ എല്ലാ പുരുഷന്മാരെയും കുറ്റപ്പെടുത്തുന്നതോ വ്യക്തിപരമായ തർക്കങ്ങൾ ന്യായീകരിക്കുവാൻ ഈ ആശയം ഉപയോഗിക്കുന്നതോ ആയി ചെയ്യുന്നതായി കാണാം. ഇത്തരം പ്രവർത്തനങ്ങൾ ഫെമിനിസത്തിന്റെ യഥാർത്ഥ ആശയത്തെ പ്രതിനിധീകരിക്കുന്നില്ല. ചിലർ അത് തെറ്റായി ഉപയോഗിക്കുമ്പോൾ വിമർശനങ്ങൾ ഉയരാം. പക്ഷെ അതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തെറ്റിയതായി മാറില്ല.